ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിവസമാണ്. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ കൈമാറാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിൽ SBI ഇന്ന് മറുപടി നൽകും. കൃത്യമായ വിവരങ്ങൾ SBI കൈമാറുമോ എന്നതാണ് രാജ്യം കാത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ആർക്കൊക്കെയാണ് ഈ പണം കിട്ടിയത് എന്ന കാര്യത്തിൽ ആധികാരികമായ വിവരമാകൂ, കൃത്യമായ വിവരമാകൂ. അശ്വിനിയുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. അശ്വിനി, തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടാണ്. ആരൊക്കെ പണം വാങ്ങി, എന്തിനാണ് ഈ പണം വാങ്ങിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളോട്. ഈ ഘട്ടത്തിൽ സീരിയൽ നമ്പർ വിവരങ്ങൾ പുറത്തു വന്നാൽ അത് എത്രമാത്രം നിർണായകമാകും? SBI 2 തവണ വിമർശനം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ്. ഇന്ന് കോടതി ആവശ്യപ്പെട്ട പ്രകാരമുള്ള എല്ലാ വിവരങ്ങളും കൈമാറുമെന്നതാണോ പ്രതീക്ഷിക്കുന്നത്? രേണുക, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം സുപ്രീം കോടതി ഈ കേസിൽ 2 തവണ SBI വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് സുപ്രീം കോടതി ആദ്യമേ നിർദ്ദേശിച്ച ദിവസം തന്നെ വിവരങ്ങൾ SBI കൈമാറുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിലവിൽ അതിന്റെ മറ്റു വിവരങ്ങൾ, അതായത് സീരിയൽ കോഡ് അടക്കമുള്ളവ ഇന്ന് കൈമാറാതിരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഇതിന്റെ കണക്കുകളെല്ലാം ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര രൂപ കൊടുത്തു എന്നതടക്കമുള്ള കണക്കുകൾ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഒരു ഏകദേശ വിവരങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീരിയൽ കോഡ് അടക്കം മറച്ചുവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തിലില്ല. എന്നാൽ ഇത് സംബന്ധിച്ച മറ്റൊരു വാർത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിനപത്രങ്ങളിലടക്കം പ്രധാന ഫ്രണ്ട് പേജിലടക്കം വന്ന വാർത്ത ഇതാണ്. അതായത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പല പാർട്ടികളും വെളിപ്പെടുത്തിയെങ്കിലും അത് ആരൊക്കെ തന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ഇവർ കൈമാറിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ വിവരങ്ങളാണ് ഇനിയും ലഭ്യമാകാത്തത്. BJPയും ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല. ആരാണ് എത്ര കോടിയുടെ അല്ലെങ്കിൽ എത്ര ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതെന്ന വിവരം BJPയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം വെറും 10 പാർട്ടികൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുള്ളതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിനകത്ത് വളരെ നിർണായകമായ നിലപാടാണ് സ്വീകരിച്ചത്. കാരണം BJP ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭിച്ച പാർട്ടി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെട്ടിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, ക്രമക്കേടുകൾ BJP നടത്തിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് കേസിനകത്ത് BJPക്കെതിരെ ഒരു ആയുധമാക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ പലരും ഇതിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ്. ഇത് സംബന്ധിച്ച് വാക്പോർ അല്ലെങ്കിൽ ഇത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെയും ഒരു ആയുധമാക്കാം, BJPക്കും ഇത് വീണ് കിട്ടിയൊരു അവസരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. രേണുക, തീർച്ചയായും എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ഒളിച്ചുകളികൾ തുടരുകയാണ്. അവർക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നത് വേണം ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ അവർ മടിച്ചു നിൽക്കുന്നതിന് പ്രധാന കാരണം. എന്തായാലും SBI ഇന്ന് സീരിയൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അത് വരുന്നതോടുകൂടി അത് പുറത്തു വന്നാൽ കൃത്യമായി ആരൊക്കെ ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകിയെന്നതിന്റെ വിവരമാകും. എന്തായാലും തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായി തന്നെ ഇലക്ട്രൽ ബോണ്ട് മാറുകയാണ്. ഇന്നത്തെ കോടതി നടപടികൾ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായി മാറുന്നു. ഇന്ന്